നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അന്ന് പ്രിയനും പാർവതിയായിരുന്നെങ്കിൽ ഇന്ന് കരുണാകരനും മുക്തയും. അരവിന്ദ്, ഞാനിവരെ ജോലിന്ന് പറഞ്ഞുകൊടുത്തേ. കൈലാഷ്, പാർവതി, ഞാനിവരെ കമ്പനിന്ന് പറഞ്ഞുവിടുന്നതിനെ കുറിച്ച് പാർവതിയുടെ അഭിപ്രായം എന്താ? പാർവതി, ലോക്ക് തകരാറായതുകൊണ്ട് മുറി കുടുങ്ങിപ്പോയിന്നല്ലേ കരുണാകരൻ സാറും മുക്ത മാഡവും പറഞ്ഞത്. സംഭവിച്ചത് തന്നെ ആയിരിക്കാം. അല്ലാതെ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരേ മുറിയിൽ കുറെ സമയം ചെലവിട്ടാൽ അതിനർത്ഥം അവര് തെറ്റ് ചെയ്തു എന്നല്ല. മുക്ത കേട്ടില്ലേ? കരുണാകരനും അരവിന്ദും കേട്ടില്ലേ? പാർവതിയുടെ ഈ വകതിരിവ നിങ്ങൾക്കില്ലാണ്ട് പോയത്. കുറെ പഠിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് വേണം. കണ്ണുകൊണ്ട് കണ്ടത് പറയാം, അത് തെറ്റല്ല. പക്ഷേ കണ്ണുകൊണ്ട് കണ്ടത് മാത്രമേ പറയാൻ പാടുള്ളൂ. പകുതി കണ്ടിട്ട് ഇതാണ് അവിടെ നടന്നതെന്ന് കഥ കെട്ടിച്ചമയ്ക്കാൻ പാടില്ല. അങ്ങനെ കഥ കെട്ടിച്ചമച്ച നിങ്ങൾ ഈ പരദൂഷണം പറഞ്ഞു നടക്കുന്ന പെണ്ണുങ്ങളുടെ നിലവാരത്തിലേക്ക് താണുപോകും. അറിവും പഠിപ്പും ഉണ്ടായതുകൊണ്ട് മാത്രമായില്ല, ചിന്തയിലും പെരുമാറ്റത്തിലും അതിന്റെ സ്വാധീനം ഉണ്ടാവുകയും വേണം. അറിവും പഠിപ്പും കുറവാണെങ്കിലും പാർവതിക്ക് വകതിരിവും കൾച്ചറും ഉണ്ട്. അതാ ഇവളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അരവിന്ദ്, മുക്ത ആകെ ടെൻഷനില്ല, സമാധാനിപ്പിക്കും. ചെല്ല്. മുക്ത, വാ പോവാം. വാ. സാറേ, സാറും പോയി മുക്ത മാഡത്തിനോടൊപ്പം റെസ്റ്റ് എടുത്തിട്ടൊക്കെ വാ കേട്ടാ. ഭക്തജനങ്ങളെ, ക്ഷിപ്രപ്രസാദിയും സർവാഭിഷ്ട വരദായിനിയുമായ വെള്ളച്ചൽ ശ്രീ ദുർഗാദേവിയുടെ ഈ വർഷത്തെ വൃശ്ചികോത്സവം പതിവ് പോലെ സമുചിതമായ രീതിയിൽ നടത്താൻ നിശ്ചയിച്ച വിവരം ഈ നാട്ടിലെ നല്ലവരായ എല്ലാ ഭക്തജനങ്ങളെയും സസന്തോഷം അറിയിച്ചുകൊള്ളുന്നു. വൃശ്ചികം 1 ബുധനാഴ്ച കൊടിയേറുന്ന വൃശ്ചികോത്സവം വൃശ്ചികം 4 ശനിയാഴ്ച ആറാട്ടോടെ അവസാനിക്കുന്നതായിരിക്കും. ക്ഷേത്ര ചടങ്ങുകൾക്കും വിശേഷാൽ പൂജകൾക്കും പുറമെ കണ്ണിന് കുളിർമയേകുന്ന കലാവിരുന്നുകളും ആവേശജനകമായ കായിക മത്സരങ്ങളും ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കപ്പെടുന്നു. എല്ലാ ഭക്തജനങ്ങളെയും വെള്ളച്ചൽ ശ്രീ ദുർഗാദേവി ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ദുർഗാദേവി ക്ഷേത്രത്തിൽ ഉത്സവം, അതാ വിളിച്ചു പറയണേ. ഉത്സവമായോ? എപ്പോഴാ വിളിച്ചു പറയണേ? നീ കേട്ടില്ലേ? ബുധനാഴ്ച തുടങ്ങും, ശനിയാഴ്ച അവസാനിക്കും. ഇക്കൊല്ലം പാറുമില്ലല്ലോ, അതുകൊണ്ട് ഒരു രസം ഉണ്ടാവില്ല. ഉത്സവമായതുകൊണ്ട് പാറ വരെ ഇരിക്കും. ഉത്സവത്തിന് വരുമെന്ന് പാറു നിന്നോട് പറഞ്ഞായിരുന്നോ? എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നേ. അവളുടെ വീട്ടിൽ ചോദിച്ചാൽ അറിയാൻ പറ്റും. വാ. ഇപ്പിടിച്ചേനെ, രണ്ടാൾക്ക് നല്ല മച്ചിങ്ങ പോലത്തെ കണ്ണുണ്ടല്ലോ, എന്നിട്ട് കണ്ണാണെന്നില്ലേ? വണ്ടി പെട്ടെന്ന് പട്ടം നിന്നപ്പോ പേടിച്ചു പോയല്ലേ? സോറി. നിങ്ങളോടൊരു കാര്യം അന്വേഷിക്കാൻ വന്നപ്പോ ആവേശത്തില് സ്പീഡ് അല്പം കൂടിപ്പോയി, അതാ പറ്റിയത്. ഞങ്ങളോട് ഒരു കാര്യം അന്വേഷിക്കാനുണ്ടെന്നോ? എന്ത് കാര്യം? ചൂടാവാതറ, അനൗൺസ്മെന്റ് കേട്ടില്ലേ? ബുധനാഴ്ച ഉത്സവം തുടങ്ങുക. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരി ഉത്സവത്തിന് വരത്തില്ലേ? ഞങ്ങൾക്ക് എങ്ങനെ അറിയാനാ? പാറിനോട് പോയി ചോദിക്കി. അവളോട് ചോദിക്കണമെങ്കിൽ ടൗണിൽ പോണ്ടേ? എനിക്കതിനുള്ള സമയമില്ലല്ലോ. ഈ ഉത്സവം നടത്തുന്നത് ഞാനല്ലേ, എല്ലായിടത്തും എന്റെ ഒരു മേൽനോട്ടം വേണ്ടേ? അവളെ കാണാൻ ടൗൺ വരെ പോയാ ഇവിടുത്തെ കാര്യങ്ങൾ കുളമാവും. അതുകൊണ്ടാ നിങ്ങളോട് ചോദിക്കുന്നേ. മക്കള് പറ, പാറു വരില്ലേ ഉത്സവത്തിന്? കനൽക്കുടമല്ലേ ഉത്സവത്തിന് പ്രധാന ചടങ്ങ്. തീയില്ലാതെ കനൽക്കുടം നടക്കോ? തീയോ എന്നുവെച്ചാ നീ എന്താണ് ഉദ്ദേശിച്ചത്? പാർവതി. അപ്പോ അവള് വരും അല്ലേ? പിന്നെ വരാതെ. ലക്ഷ്മി ചേച്ചിനെ കല്യാണം നടക്കാൻ പാറു നിറച്ചു കിടന്നിട്ടില്ലേ? 3 കൊല്ലം കനൽക്കുടം നടത്തിക്കോളാന്ന്. ഇത് 3-ാം കൊല്ലമാ. പാറു വരാതിരിക്കുവോ? ബാടാ.